ഹലോ ഗൈസ്, ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാതെ പകച്ചു നിൽക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? ഞാൻ എങ്ങനെ എൻ്റെ കരിയർ ചൂസ് ചെയ്യും? ഫിലിം ഫീൽഡിൽ പോയി കോസ്റ്റ്യൂം ഡിസൈനറാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാഷൻ ഓർ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ പോയിട്ട് ഫാഷൻ ഡിസൈനറാണോ, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തൊരു ഓൺട്രപ്രണറാണോ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും അല്ലേ? ഞാൻ എവിടെ തുടങ്ങണം? ആരെന്നെ ഹെൽപ്പ് ചെയ്യും? ഞാൻ ആരോട് ചോദിക്കും? ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ്. രണ്ടാമത്തത്, ഞാൻ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യണോ അതോ ഓഫ്ലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യണോ? ഇനി ഞാനൊരു സ്റ്റാഫിനെ വെക്കണോ അതോ ഔട്ട്സോഴ്സ് ചെയ്യണോ അതോ ഞാൻ തന്നെ ചെയ്യണോ? ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് മേടിപ്പിക്കുന്നതിനാണ്. ഇനി അടുത്തത്, ഫാബ്രിക് ഒരു മെയിൻ പ്രശ്നമാണല്ലോ അല്ലേ? ഇനി ഹോൾസെയിലായിട്ട് ഫാബ്രിക് മേടിക്കണോ അതോ റീറ്റെയിലായിട്ട് ഫാബ്രിക് മേടിക്കണോ? ഇനി ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ആരെ കോൺടാക്ട് ചെയ്യും? ഇനി ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ടി വരുമോ ഈ ഇതിന് വേണ്ടിയിട്ട്, ഫാബ്രിക് എടുക്കാൻ വേണ്ടിയിട്ട്? ഇനി ഏറ്റവും അവസാനം ഒരു പ്രശ്നമാണ്, ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ലോൺ എടുക്കേണ്ടി വരും. അതോ ഇനി എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, എന്നാലും ആരെയെങ്കിലും മേടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണോ? അപ്പോൾ ഇങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിന് പോയിട്ട് ഇത് പഠിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലേ, അവിടെ എല്ലാം മെറ്റീരിയലുള്ളത് മാത്രമേ തരത്തുള്ളൂ. ഇതൊന്നും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആരും ഒരിടവും പഠിപ്പിച്ചു തരത്തില്ല, പ്രത്യേകിച്ച് നമുക്കൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കലങ്ങി മറിഞ്ഞ ഒരവസ്ഥയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്നോട് കൂടിക്കോളൂ, നമുക്ക് പൊളിക്കാം. വെൽക്കം ടു നീമാസ് ഡിസൈനർ സ്റ്റുഡിയോ. എൻ്റെ പേര് നീമാസ് സജു. അപ്പോൾ ഞാൻ എന്നെപ്പറ്റി പറയാം. ഞാൻ ഒരു ഫാഷൻ ഡിസൈനർ ആൻഡ് ഓൺട്രപ്രണറാണ്. ഇപ്പോൾ ഞാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ട്രിവാൻഡ്രത്തെ ഹോം ഓഫീസിലാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, ബിക്കോസ് കുറച്ച് അമേസിങ് ആൻഡ് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ എനിക്കുറപ്പാണ്. ഈ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് അബൌട്ട് ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റ് ചേഞ്ച് ആവും. മാത്രമല്ല, ഈ ഒരു സീരീസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹോം ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസും കിട്ടും. കാരണം ഞാൻ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ലെറ്റ് മീ ടെൽ യു ബ്രീഫ്ലി അബൌട്ട് മൈസെൽഫ്. ഐ ആം ഫ്രം കോഡിംഗ് ടു കോട്ടൂർ. ഞാനൊരു IT പ്രൊഫഷനിലായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിലോട്ടും ഒരു ഓൺട്രപ്രണറിലോട്ടും എത്തിയത്. എന്തുകൊണ്ട് ഫാഷൻ ഡിസൈനിങ് എന്ന് ചോദിച്ചാൽ, വെറും പാഷൻ. യെസ്, അതായത് പണ്ട് എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്നിട്ടാണ് ലഞ്ച് കഴിച്ചിട്ട് തിരിച്ചു പോകുന്നത്. സ്കൂളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു വീട്. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് കുറേ ഫ്രണ്ട്സ് കാണും. അവരുമായിട്ട് പോകുമ്പോൾ അവർ ഉച്ചയ്ക്ക് ഒരു സീരിയലുണ്ട്, ഒരു ഹിന്ദി സീരിയലുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഇങ്ങനെ പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഹിന്ദിയൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് ഞാനിതൊന്നും കാണാനൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ ഈ സ്റ്റോറി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കാണണം എന്നുള്ളൊരു ഇതുണ്ടായി. അങ്ങനെ ഞാനും കാണാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഹിന്ദിയൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ അതിലെ ആക്ട്രസസിൻ്റെ ഡ്രസ്സ്, ഹെയർ സ്റ്റൈല്, ആക്സസറീസ്, ഓർണമെൻറ്റ്സ്, അങ്ങനെ ഫുൾ അതായിരുന്നു ഞാൻ വാച്ച് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഡ്രസ്സിങ്ങിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഡ്രസ്സിൻ്റെ ഫിറ്റിംഗ് ആയിരുന്നു. ഈ ഒരു എക്സ്പെക്റ്റേഷൻ ഞാൻ വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്തുള്ള ടൈലേഴ്സിൻ്റെ കയ്യിൽ പോയിട്ട് അമ്മയുടെ സാരീസ്, യൂസ് ചെയ്യാത്ത സാരീസൊക്കെ എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടു കൊടുക്കുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഉള്ള ആ ഒരു സംഭവം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ ആ ഒരു ആക്ട്രസസിൻ്റെ ഒരു ഫിറ്റിങ്ങിലുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കും. കാരണം ഈ ഒരു ഡ്രസ്സ് തയ്ച്ച് കിട്ടുന്നത് ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷേ അത് കിട്ടുമ്പോൾ എന്താണെന്നറിയാമോ, കംപ്ലീറ്റ് ഞാൻ ഡൗൺ ആവും. കാരണം എന്ന് വെച്ചാൽ അവർ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് തരും, ഇത് തന്നെ നിങ്ങൾ ഇട്ടാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് അവരുടേത്. അല്ല, അന്നത്തെ കാലത്ത് ഞങ്ങളുടെ എവിടെയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഫിറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുവാണെങ്കിൽ നാട്ടുകാരുടെയൊക്കെ മനസ്സിലാക്കി ഇതെന്തിന് ഇത്രയും ടൈറ്റായിട്ട് ഇങ്ങനെ ഇറുക്കിയിട്ട് വെച്ചേക്കുന്ന, ഇച്ചിരിയൊക്കെ ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്തുകൂടെ എന്നുള്ളതായിരുന്നു അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റായിരിക്കും ഈ ഒരു ടൈലേഴ്സിൻ്റെ അടുത്ത് അവരുടേതും. അങ്ങനെ ഞാൻ ഭയങ്കര സാഡായതിന് ശേഷം ഞാൻ വിചാരിച്ചു,
എനിക്കെന്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തുകൂടാ? അവരുടെ കയ്യിൽ കൊടുക്കുമ്പോഴല്ലേ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുന്നത്. എനിക്കിഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? സ്റ്റിച്ചിങ് പഠിക്കണം. അങ്ങനെ 10th വെക്കേഷൻ ടൈമിൽ 2 മാസം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാം കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ട് തയ്യൽ പഠിക്കാനായിട്ട് പോയി. തയ്യൽ പഠിക്കാൻ പോയപ്പോൾ അവിടെ ഒരു ട്രാജഡി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് മെഷീൻ ഒന്ന് കൺട്രോളാക്കണം. അങ്ങനെ മെഷീൻ ഒന്ന് കൺട്രോളാക്കി അതിനുശേഷം സ്റ്റാർട്ട് ചെയ്ത സാധനങ്ങളെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ചെറിയ പിള്ളേരുടെ ജട്ടി, പാൻറ്റീസ്, ഓക്കെ, അത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മമാരുടെ ബോഡീസ് ഉണ്ടല്ലോ, നമ്മളെ ബാഡീസ് എന്നൊക്കെ പറയുന്ന ആ സാധനം, ഓക്കെ, അതും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പൂപ്പന്മാരുടെ മറ്റേ ബർമുഡ, നിക്കർ, ഇങ്ങനെ ഒരു ചതുരത്തിൽ കഷ്ണത്തിലൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ സാധനം, അതും പഠിച്ചു. പിന്നെ അതിന് ശേഷം പഠിപ്പിച്ചതെന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരുടെ കുറേ ഫ്രോക്സ്, അതിൻ്റെ വേരിയേഷൻസ്, അങ്ങനെ കുറേ. ആക്ച്വലി നമ്മൾ പോയത് എന്തിനായിരുന്നു? ചുരിദാർ, ബ്ലൗസ്, ഈ 2 സാധനങ്ങളും പഠിക്കാനായിട്ട്. അത് രണ്ടും അവർ പഠിപ്പിച്ചില്ല. ബാക്കി ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ അവിടെയും വീണ്ടും സാഡായി. പക്ഷേ കുഴപ്പമില്ല, ഏകദേശം ഒരു എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ എടുക്കേണ്ടത് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു, +2-ൻ്റെയൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അപ്പോൾ വീട്ടിൽ മെഷീനില്ല, തയ്യൽ മെഷീനില്ല. അങ്ങനെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് വീട്ടിൽ തയ്യൽ മെഷീൻ മേടിക്കുന്നത്. അന്നേരം പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഡ്രസ്സ് മെറ്റീരിയൽ മേടിക്കുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു, ഇടുന്നു, അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോബൊക്കെ ആയിട്ട് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പാഷൻ ഉണ്ടല്ലോ, ഈ ഒരു പാഷൻ ഈ ഉള്ളിൽ കിടന്നത് കാരണം ഒരു പോയിൻ്റ് എത്തിയപ്പോൾ എനിക്ക് തോന്നി നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഏതെന്ന് വിചാരിച്ചപ്പോൾ ഈ ഒരു സംഭവം സെലക്ട് ആക്കി, ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സിനൊക്കെ പോവുകയാണെങ്കിൽ അവർ ആ മെറ്റീരിയൽ എന്താണോ ആ സിലബസിലുള്ളത് അത് മാത്രം പറഞ്ഞു തരും. ഇത് മാത്രം വെച്ചിട്ട് നമുക്കൊരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നമ്മുടെയൊക്കെ വിചാരമാണ്, ഞാനൊക്കെ വെച്ച് ഇത് ഈ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആക്കട്ടെ, നമ്മൾ പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിൽക്കരുത്. നമുക്ക് ഉള്ള അറിവ് കൊണ്ടുവച്ച് ആദ്യമൊക്കെ കുറേയൊക്കെ പ്രശ്നങ്ങളൊക്കെ പറ്റും. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഒരു ഇത് തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഓൺലൈൻ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഒരു ബൊട്ടീക്കിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തു. 2-3 ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തു. അതിനകത്തോട്ട് പിക്ചേഴ്സൊക്കെ ഇട്ടു. അതായിരുന്നു എൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനും ഇങ്ങനെ കംപ്ലീറ്റ് ആകട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ അതിനുശേഷം എനിക്ക് ഓർഡേഴ്സ് വന്നപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്ത ആദ്യത്തെ 2-3 ഡ്രസ്സൊക്കെ കുറേയൊക്കെ പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിലർക്ക് ഭയങ്കര ടൈറ്റ്, ചില ഇങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് നീങ്ങി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്നാണ് നമ്മളെ വീണ്ടും പഠിക്കുന്നത് ആക്ച്വലി. സോ നിങ്ങൾ ഇങ്ങനെ മടിച്ച് നിൽക്കാതെ നിങ്ങൾക്ക് ഉള്ള സംഭവം വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം കുറേയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകും, അതിൽ നിന്നേ നമ്മൾ പഠിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഞാൻ എന്താണ് ചെയ്യാൻ പോണത് എന്നുള്ളത് ആയിരിക്കും നിങ്ങളിപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കിട്ടാവുന്നിടത്തോളം സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് ആണ് നിങ്ങളുടെ ആ ഒരു പാഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഗൂഗിള്, എല്ലായിടത്തും ബുക്സിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾ ഗ്യാദർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. കീപ് സ്റ്റഡിയിങ് ആൻഡ് കീപ് ഗോയിങ്. ഓൾ ദി ബെസ്റ്റ് ഫ്രം നീമ സജു.